വയനാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ദൃശ്യങ്ങളിലേക്ക്. വിശദാംശങ്ങളുമായി കാളിദാസൻ ദേവദത്തൻ ചേരുകയാണ്. കാളിദാസൻ, അവിടെ ഉന്തും തള്ളിയും പിടിച്ചുവലിയും ഒക്കെ ഉണ്ടല്ലോ, വിവരങ്ങൾ. അതുതന്നെയാണ് ക്രിസ്റ്റീന, വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പ്രവർത്തകരെയൊക്കെ തന്നെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുകയാണ് പോലീസുകാർ. 10 വർഷമായി ആരോഗ്യ മേഖലയിൽ നടക്കുന്ന അനാസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഷേധം എന്നുള്ളതും കൂടിയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മാനന്തവാടിയിൽ ഇതേ തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, ആ ദേവിയുടെ പേര് പറഞ്ഞുകൂടിയാണ് ഈ ഒരു ഇതുവരെ നടപടിയൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. മാനന്തവാടി പ്രസവത്തിന് ശേഷം ഇത്തരത്തിൽ ഗുരുതരമായി വയറ്റിൽ നിന്നും തുണി കണ്ടതിന് ശേഷം അതിനുവേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതിന് എന്തുകൊണ്ടാണ് നടപടിയില്ലാത്തത്? എത്രയും വേഗം നടപടി ആവശ്യമാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ള തരത്തിൽ തന്നെ മുദ്രാവാക്യം ഓർത്തിക്കൊണ്ടാണ് ഇവിടെ പ്രതിഷേധം വീണ്ടും പുരോഗമിക്കുന്നത്. വീണ്ടും പ്രവർത്തകരെ എടുത്തു മാറ്റിക്കൊണ്ടു പോവുകയാണ് പോലീസുകാർ എടുത്തു മാറ്റിക്കൊണ്ടുപോവുകയാണ്. ഓരോ പ്രവർത്തകരെയും ഓഫീസിൻ്റെ തൊട്ടടുത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. നേരത്തെ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിന് അല്പദൂരത്ത് നിന്നിട്ടാണ് പ്രതിഷേധമുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും പകഞ്ഞു മാറ്റി പോലീസിനെ പോലും വകവയ്ക്കാതെ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. സംഘർഷാവസ്ഥ രൂക്ഷമായൊരു സാഹചര്യം കൂടെയാണ്. ഓരോ പ്രവർത്തകരെയും ഓഫീസിൻ്റെ സമീപത്തു നിന്നും പിടിച്ചു കൊണ്ടുപോവുകയാണ് പോലീസ് എന്നുള്ളതാണ്. സംഘർഷാവസ്ഥ അത്രത്തോളം വലിയൊരു സംഘർഷാവസ്ഥ തന്നെയാണ് മാനന്തവാടി DMO ഓഫീസിൽ തുടരുന്നത്. ക്രിസ്റ്റീന. കാളിദാസ് ദേവദത്തനാണ് വയനാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.